പൂർണ്ണമായും ഇസ്ലാമിലേക്ക് വരൂ, പൂർണ്ണമായും ഇസ്ലാമിലേക്ക് വരൂ. ഇസ്ലാമിയത്ത് നമ്മളിൽ പൂർണ്ണമാകാനാണ് അല്ലാഹുവിന്റെ കൽപ്പന. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. എല്ലാ തലങ്ങളിലും ഇസ്ലാമിയത്ത് വേണം. ചലനങ്ങളിലും നിശ്ചലനങ്ങളിലും ഇസ്ലാമിന്റെ സ്വഭാവം വേണം. വെറും ഇസ്ലാമിന്റെ സ്വഭാവമായ ഒരു നിസ്കാരത്തിൽ മാത്രം കേന്ദ്രീകരിക്കരുത്. പിന്നെയോ ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ ഇസ്ലാം അനുഷ്ഠിച്ച് ജീവിക്കണം. ഞാനും നിങ്ങളും കിടന്നുറങ്ങുമ്പോ അവിടെ ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്ന വ്യത്യസ്ത ശൈലിയുണ്ട്. ഒന്നാമതായിട്ട് പൂർണ്ണമായി ഒരു ഉളു എടുക്കാനാണ്. പൂർണ്ണമായി ദിക്റൊക്കെ ചൊല്ലിയിട്ടുള്ള ഉളു ഇല്ലേ, മിസ്വാക്കൊക്കെ ചെയ്തിട്ടുള്ള ഉളു ഇല്ലേ, പൂർണ്ണമായൊരു ഉളു എടുക്കാനാണ്. ചിലര് ഉറങ്ങാൻ പോകുമ്പോ ഒന്ന് ബ്രഷ് ചെയ്ത് മാത്രം വരും, അതിലൊതുക്കരുത്. അത് ഇസ്ലാം പൂർണ്ണമായിട്ടില്ല. പൂർണ്ണമായിട്ടൊരു ഉളു എടുക്കണം മിസ്വാക്ക് ചെയ്തിട്ട്. ശേഷമോ സഹോദരങ്ങളെ, കിടക്കാൻ പോകുന്ന സ്ഥലം, വിരിപ്പ്, അതൊന്നെടുത്ത് തട്ടിക്കൊട്ടണം 3 പ്രാവശ്യം. പുതപ്പും കൊടയണം 3 പ്രാവശ്യം. കിടക്കുന്ന സ്ഥലം നല്ല വൃത്തിയുള്ള സ്ഥലമാകണം. നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം. സുബ്ഹാനല്ലാഹ്. കിടക്കാനുള്ള സമയത്ത് ചൊല്ലേണ്ട ദിക്റുകൾ ശരീരം സമർപ്പിക്കുന്നതിന്റെ മുമ്പ്, കട്ടിലിലേക്ക് പായയിലേക്ക് വെക്കുന്നതിന്റെ മുമ്പ് ചൊല്ലുന്ന ദിക്റുകളൊക്കെ ചൊല്ലണം. അതേ കിടന്നതിന് ശേഷം ചൊല്ലാനുള്ള ദിക്റുകളും ചൊല്ലണം. കിടന്നതിന് ശേഷം ചൊല്ലാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത 100 ദിക്റില്ലയോ, ആ ദിക്റുകൾ അടക്കം എല്ലാ ദിക്റുകളും ചൊല്ലണം. ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൽ മാത്രം ഒതുക്കരുത്. കഴിവിന്റെ പരമാവധി ഇതൊക്കെ ഇനി എന്നാ നമ്മൾ ചൊല്ലുന്നത്? രോഗമായിട്ട് ആർക്കും വേണ്ടാതെ കിടക്കുന്ന നേരത്തോ അന്ന് ചൊല്ലിയാൽ പോരാ. ആരോഗ്യവാന്മാരാകുന്ന സമയത്ത് തന്നെ ചൊല്ലി ശീലമാക്കണം. അങ്ങനെ കിടന്നുറങ്ങുന്ന ഒരു മനുഷ്യൻ കിടക്കേണ്ട രൂപം എങ്ങനെയാണ്? ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവന് കമീന്ന് കിടക്കാൻ പാടില്ല. അത് ഇസ്ലാമിന്റെ സംസ്കാരത്തോട് യോജിച്ചതല്ല. കമീന്നുള്ള കിടത്തമല്ലല്ലോ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് ആരോഗ്യത്തിന് വളരെയധികം ക്ഷീണം പറ്റുന്നൊരു കിടത്തമാണ്. പിന്നെ കിടക്കേണ്ടത് വലത്തെ ഭാഗത്തേക്കാണ് കിടക്കേണ്ടത്. വലത്തെ ഭാഗം ഖിബിലയിലേക്ക് ചെരിച്ചു വെച്ച് സാധാരണ ഖബറിൽ കൊണ്ടുപോയി കിടത്താറില്ലേ, അതേ പരുവത്തിലാണ് കിടക്കുന്ന ആളും കിടക്കേണ്ടത്. വലത്തെ കൈ വലത്തെ കവിളിന്റെ ചുവട്ടിൽ വെക്കണം. തുടക്കത്തിൽ അങ്ങനെ വെച്ച് കിടക്കണം. പിന്നീട് ഒരു പക്ഷേ പല ഭാഗത്തേക്കും അത് മാറിയേക്കും. ഇടത്തെ കയ്യതാ നമ്മുടെ ശരീരത്തിന്റെ മേൽഭാഗത്ത്, ഇടത്തെ ഭാഗത്ത് പൊങ്ങി നിൽക്കുന്ന ഭാഗത്ത് മേൽഭാഗത്ത് വെക്കണം. അങ്ങനെ 2 കാലും അങ്ങോട്ട് നീട്ടിയിട്ട് ചൊല്ലേണ്ട ദിക്ർ ചൊല്ലിയിട്ട് ഒരാൾ കിടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഈ കിടക്കുന്ന ആള് കിടക്കുന്നതിന്റെ മുമ്പ് തന്നെ എഴുന്നേൽക്കാനുള്ള ദിക്ർ ചൊല്ലണം. രാവിലെ എഴുന്നേറ്റിട്ട് നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാനുള്ള ദിക്ർ ചൊല്ലണം. എല്ലാ ദിക്റുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ ദിക്റുകളൊക്കെ ചൊല്ലിയിട്ട് ഒരാൾ അങ്ങനെ കിടക്കുകയാണ്. അതേ ആയത്തുൽ കുർസിയും ആമന റസൂലും ഒക്കെ അപ്പ ചൊല്ലാൻ പഠിപ്പിച്ച ദിക്ർ തന്നെയാണ്. ഈ ചൊല്ലി അങ്ങനെ കിടക്കുന്ന മനുഷ്യൻ അയാള് എഴുന്നേറ്റു, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. ശേഷം അയാളുടെ സുബ്ഹി നിസ്കാരത്തിലേക്കും മറ്റുമൊക്കെ പ്രവേശിക്കാൻ പോകുമ്പോ ആദ്യം തന്നെ അയാള് എഴുന്നേറ്റ ഉടനെ തന്നെ 2 മുൻകൈയും കഴുകണം. വായിൽ വെള്ളം കൊപ്പിളിക്കണം. മുഖം നന്നായി കഴുകണം. കഴുകിയതിന് ശേഷമാണ് സുഹൃത്തെ നീ മൂത്രമൊഴിക്കാൻ പോകേണ്ടത്, അല്ലെങ്കിൽ വിസർജനത്തിന് വേണ്ടി പോകേണ്ടത്. ആദ്യം തന്നെ പോയി മൂത്രമൊഴിക്കാൻ ഇരിക്കരുത്. ആദ്യം ചെയ്യേണ്ട സുന്നത്താണ്. ദിക്ർ ചൊല്ലിയിട്ടല്ലേ എഴുന്നേറ്റിരിക്കുന്നത്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. ശേഷം എഴുന്നേറ്റുകൊണ്ട് 2 മുൻകൈ 3 പ്രാവശ്യം കഴുകണം. അതേ കുട്ടികളെ കൊണ്ട് തന്നെ നമ്മൾ തുടക്കത്തിൽ അങ്ങനെ ശീലമാക്കണം. എഴുന്നേറ്റ ഉടനെ തന്നെ ഉമ്മമാരൊക്കെ പറയും, മോളെ വേഗം പോയി മൂത്രമൊഴിച്ചു വാ, മോനെ വേഗം പോയി മൂത്രമൊഴിച്ചു വാ. അത് പറയാൻ ആർക്കൊരു കുറവുണ്ടാവും. ഒരു കുട്ടി എഴുന്നേറ്റ് അപ്പ പറയും, മോനെ പോയി മോളെ പോയി മൂത്ര. നിങ്ങൾ എവിടുന്ന് കേട്ടണം? മോനെ പോയി 2 കൈ ഒന്ന് കഴുകിയിട്ട് ഒന്ന് കൊപ്പിളിച്ച് 3 പ്രാവശ്യം ഒന്ന് മോൻ കഴുകി കിട്ടണ
നാളെ മുതൽ അങ്ങനെ ആകണം. എണീറ്റ ഉടനെ തന്നെ പോയി മൂത്രിക്കാൻ പറയില്ല വേണ്ടത്. എണീറ്റ് ആ കുട്ടി എഴുന്നേൽക്കുമ്പോ തന്നെ ഉമ്മയോ ഉപ്പയോ ചൊല്ല അൽഹംദുലില്ലാഹ് എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ പതുക്കൊന്നിങ്ങനെ എണീറ്റ് ആ മദ്രസ പോകാനൊക്കെ നേരായി അങ്ങനെ പതുക്കെ 1-ാം ക്ലാസ്സിലെ കുട്ടീനല്ലേ അങ്ങനെ പതുക്കെ അൽഹംദുലില്ലാഹ് എന്നൊക്കെ പറഞ്ഞ് എണീറ്റ് അതിനെ എഴുന്നേൽപ്പിച്ച ഉടനെ തന്നെ 2 കൈയാണ് ആദ്യം കഴുകേണ്ടത്. കൊപ്പിളിക്കണം 3 പ്രാവശ്യം, മുഖം കഴുകണം 3 പ്രാവശ്യം. ഇത് ഉളൂയുമായി ബന്ധപ്പെട്ടതല്ല, ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ സുന്നത്തുകളാണ്. നമ്മളിലും കുറെ ആൾക്കാർ ഇത് ഇങ്ങനെ ശീലാക്കാത്തുണ്ട്. വാതിലടച്ചാൽ നല്ല സുഖല്ല, ഇരുന്നങ്ങനെ ഉറങ്ങാനും. മൂത്ര ഒരു ഭാഗത്ത് അങ്ങനെ പോവുകയും ചെയ്യും, ഒരു ഭാഗത്ത് അങ്ങനെ ഇരുന്ന് ഉറങ്ങും ചെയ്യാം. പിന്നെ കസേര മോഡല് മൂത്രമൊക്കെ ഉള്ളതാണ്, പിന്നെ പറയും വേണ്ട. അങ്ങനല്ലോ മറ്റാ പിന്നെ പ്രത്യേകം ഇരുന്നിട്ട് സ്റ്റൂള് പോലെയുള്ള മൂത്രിക്കാൻ പറ്റുന്ന ഉപകരണമാണെങ്കിൽ എന്നാ പിന്നെ ചാരി ഇരിക്കുകയും ചെയ്യാം, സുഖാണല്ലോ. വീഴുന്ന പേടിയൊന്നുമില്ലല്ലോ. അവിടെ ഇരുന്ന് വിശ്രമിക്കേണ്ട സ്ഥലം അല്ല അത്. ഇരിക്കേണ്ട രൂപത്തിൽ ഇരുന്നിട്ട് ഒഴിവാക്കേണ്ടത് ഒഴിവാക്കി പോരേണ്ട സ്ഥലമാണ്. പക്ഷെ അതിനു മുമ്പ് 2 കൈയും കഴുകണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദസ്തൈഖല അഹദുകും മിൻ നൗമിഹി, നിങ്ങളിൽ ഒരാൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ അവന്റെ കൈ 3 പ്രാവശ്യം കഴുകണം. ഫഇന്നഹു ലാ യദ്രി ഐന ബാതത് യദാഹ്. 2 കൈയും എവിടെയാണ് രാത്രി രാപ്പാർത്തത് എന്ന് ആർക്കും അറിയില്ല. അറിയോ? അറിയില്ല. ഇനി അങ്ങനെ ഒരാൾ വാദിക്കുകയാണെങ്കിൽ അപ്പുറത്തുനിന്ന് ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്താൽ മതി. എവിടെയെല്ലാം ശരീരത്തിന്റെ ചുക്കിച്ചുളിഞ്ഞ ഭാഗങ്ങളുണ്ടോ അവിടെയെല്ലാം നമ്മുടെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായി. നമ്മളെ കൈ ചൊറിയാത്തൊരു സ്ഥലം ഉണ്ടാകൂല. ചൊറിഞ്ഞിട്ടും ഈ ഉറക്കിനൊരു കുഴപ്പം വരാത്തതോ അല്ലാഹു തആല നമ്മുടെ ശരീരത്തിന് തന്നൊരു സംവിധാനം അങ്ങനെ അതുകൊണ്ടാ ശരീരത്തിന് ഒരു സുഖം തന്നോണം. അതുകൊണ്ട് അല്ല, ചെറിയൊരു അനക്കത്തിൽ തന്നെ നമ്മൾ ഉണരുകയാണെങ്കിൽ പിന്നെ ഉറക്കം ക്ലിയർ ആവും? ഇല്ല. ഒരു ഭാഗത്ത് അങ്ങനെ ഉറങ്ങുന്നുണ്ട്, വേറെ ഒരു ഭാഗത്ത് അങ്ങനെ മാന്തി ചൊറിയുന്നുണ്ട്. ചിലരങ്ങനെ തലയിന്ന് പരമാവധി പേൻ എടുക്കാൻ നോക്കുന്നുണ്ട്, കിട്ടുന്നില്ല. ചിലര് വേറെ പല ഭാഗത്തും അങ്ങനെ സ്പർശിക്കുന്നുണ്ട്. എല്ലാം കൂട്ടി നോക്കുമ്പോ സഹോദരങ്ങളെ സഹോദരിമാരെ അസ്പൃശ്യതകൾ കൈകളിൽ ഉണ്ട്. ആ അസ്പൃശ്യതയുള്ള കൈ കൊണ്ടാകരുത്. ആദ്യമായിട്ട് തന്നെ നിന്റെ ശരീരത്തിൽ നിന്ന് സ്വകാര്യ അവയവങ്ങൾ നീ പിടിച്ച് കഴുകുന്നത് ഈ പലതും തൊട്ടുരുമ്മീറ്റ് അതൊക്കെ പറ്റിപ്പിടിച്ച കൈകൊണ്ടാകരുത്. നല്ല വൃത്തിയുള്ള കൈകൊണ്ടാകണം വൃത്തിയാക്കേണ്ടത്. അതിനാണ് 2 കൈയും ആദ്യം 3 പ്രാവശ്യം കഴുകണമെന്ന് പറയുന്നത്. വായ കൊപ്പിളിക്കണം. അതുപോലെ തന്നെ മുഖം കഴുകിയിട്ട് നല്ല ഉണർവോടെ ഇരുന്ന് മൂത്രമൊഴിക്കണം. നജസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്നുകൂടാ. ഇങ്ങനെ മൂത്രമൊഴിച്ചിട്ട് പിന്നീട് ശേഷം വുളൂഇന് വേണ്ടി വേറെ കഴുകണം. ഈ കഴുകുമ്പോഴൊക്കെ സഹോദരങ്ങളെ സുന്നത്ത് മനസ്സിൽ കരുതിയാൽ അത് വലിയ ഖൈറാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ ഉടനെ നിർവഹിച്ചതും നമ്മളോട് നിർവഹിക്കാൻ പറഞ്ഞതുമാണിത്. എഴുന്നേറ്റ ഉടനെ തന്നെ വേഗം പോയിട്ട് മൂത്രമൊഴിക്കാനോ വിസർജിക്കാനോ ഇരിക്കുന്നതിന് മുമ്പ് 2 കൈയും 3 പ്രാവശ്യം കഴുകി, വായിൽ വെള്ളം കൊപ്പിളിച്ച് മുഖം 3 പ്രാവശ്യം കഴുകി നല്ല വൃത്തിയോടെ ഉണർവോടെയാണ് പോയിരിക്കേണ്ടത്. എന്നാ പിന്നെ ആ ഇരുത്തത്തിൽ ഉറക്കം വരൂല. നജസ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറിക്കുന്ന പ്രശ്നമില്ല. നല്ല കാര്യബോധത്തോടെ ഉണർവോടെ മൂത്രയിക്കാനും അത് വൃത്തിയാക്കാനും കഴിയും. നല്ല വൃത്തിയുള്ള കൈകൊണ്ട് ശുചീകരണം നടത്താൻ കഴിയും. അതേ സഹോദരങ്ങളെ, ശരീരത്തിന്റെ ഭാഗത്ത് ഇപ്പൊ സ്പർശിച്ചതും വൃത്തിയുള്ള കൈകൊണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞപ്പോ പഴയ കാലത്ത് വേറെ പല വിഷയങ്ങളോടും എതിരി വിളിച്ച ആളുകൾ ഇതിനോടും എതിരി വിളിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിനെ അതിന്റെ ആത്മീയമായ വശം ഉൾക്കൊള്ളാനുള്ള കരുത്തില്ലാത്ത പലരും ഈ വിഷയത്തെ എതിർത്തിട്ടുണ്ട്.
ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, പഴയ കാലത്തൊരു മനുഷ്യൻ അയാള് വാശി പിടിച്ചു പറഞ്ഞു, എന്റെ കൈ ഞാൻ കഴുകൂല, എന്റെ കൈ എവിടെയാണ് രാപ്പാർത്തത് എന്ന് എനിക്കറിയാം, ഞാനത് കഴുകൂല എന്ന് വാശി പിടിച്ചു. പറഞ്ഞ നേരെ പിറ്റേന്ന് തന്നെ ആ മനുഷ്യൻ എഴുന്നേറ്റ് നോക്കുമ്പോ എന്തിനോടാണ് ആ മനുഷ്യൻ എതിർപ്പ് പ്രകടിപ്പിച്ചത്? അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിനോടാണ്. അതിനെ എതിർക്കാൻ പാടില്ലല്ലോ. മുസ്ലിമായ ഒരു മനുഷ്യൻ അതിനെ അംഗീകരിക്കുകയല്ലേ വേണ്ടത്, ജീവിതത്തിൽ പകർത്തുകയല്ലേ വേണ്ടത്. അതിന് പകരം അതിനെ ചോദ്യം ചെയ്തിട്ട് അയാൾ പറഞ്ഞു, എന്റെ കൈ ഞാൻ കഴുകൂല, എവിടെ രാത്രി ആ കൈയുണ്ട് എന്ന് എനിക്കറിയാം. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ആ മനുഷ്യന്റെ രണ്ട് കൈയും പിൻഭാഗത്തെ ദ്വാരത്തിലൂടെ ഉള്ളിലേക്ക് അതാ വലിഞ്ഞു പോയിരിക്കുന്നു. കഫിന്റെ ഭാഗമടക്കം ഉള്ളിലേക്ക് പോയിരിക്കുന്നു. എന്തിനാണ് അള്ളാഹു ബോധ്യപ്പെടുത്തിയത് എന്നറിയോ? കഴുകേണ്ടതില്ല എന്നല്ലേ ഈ മനുഷ്യൻ പറഞ്ഞത്, അസ്പൃശ്യതകളൊന്നും ആകുന്നില്ല എന്നല്ലേ പറഞ്ഞത്. അവരങ്ങ് ബോധ്യപ്പെടാൻ വേണ്ടിയാണ്. ഇപ്പൊ കഴുകണോ കഴുകണ്ടേ എന്ന് തീരുമാനമായോ എന്ന് ചോദിക്കാനാണ്. ജനങ്ങളൊക്കെ പറഞ്ഞു, നീ ആ ഹദീസിനെ എതിർത്തില്ലേ, എന്റെ കൈ ഞാൻ കഴുകൂലാന്ന് നീ പറഞ്ഞില്ലേ, എന്റെ കൈ എവിടെയാണ് രാപ്പാർക്കുന്നത് എന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ നീ പറയൂ, കൈ കഴുകണോ കഴുകേണ്ടതില്ലയോ? സുബ്ഹാനല്ലാഹ്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ ആ സുന്നത്ത് അംഗീകരിച്ചാണ് നിർവഹിക്കേണ്ടത്. ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്ന നമ്മള് പൂർണ്ണമായും ശുചീകരണം വരുത്തിയിട്ട് സഹോദരങ്ങളെ പിന്നീടതാ ഉളു എടുക്കാൻ വേണ്ടി പോകുന്നു. ഉളു എടുക്കാൻ പോകുമ്പോ അഊദും ബിസ്മിയും ചൊല്ലിയിട്ട് ഉളൂഇന്റെ ദിക്റും ചൊല്ലിയിട്ട് മുൻകൈ കഴുകിയ ശേഷം നേരെ ചെയ്യേണ്ടത് മിസ്വാക്ക് ചെയ്യലാണ്. ഇപ്പോഴും എത്ര വാല് പറഞ്ഞു കൊടുത്താലും നമ്മളെ കൂട്ടത്തിൽ ആൾക്കാർ എന്താ ചെയ്യാന്നറിയാം, മിസ്വാക്ക് ആദ്യം ഇങ്ങനെ ചെയ്ത് റെഡിയാക്കി അവിടെ വെച്ച് പിന്നെ കാണാം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓരോരുത്തരും പരേ പോയി പറയേണ്ടി വരൂലേ, ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് തിരിണ്ട, അങ്ങനെ തന്നെയല്ലേ ചെയ്യല്? എന്നാ നാളെ മുതൽ മാറ്റിക്കോ. ഇതാപ്പ നമ്മൾ ഇസ്ലാമിയത്ത് പറഞ്ഞ് ഇത്രയും കാലം നമ്മൾ കൊണ്ടെടുക്കുന്ന ഇസ്ലാമിത. ഇസ്ലാം എങ്ങനെയാണോ അനുഷ്ഠിക്കാൻ പറഞ്ഞ ആദാബുകൾ അങ്ങനെ തന്നെ അനുഷ്ഠിക്കണം. നമുക്ക് തോന്നും പോലെ അല്ല. ആളുകൾ ഇപ്പൊ ചെയ്യുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. മിസ്വാക്ക് ആദ്യം നല്ലോണം ചെയ്ത് ഒന്ന് മോക്ക് കൈകൊന്ന് മൂത്രച്ചെന്ന് പിന്നെ മിസ്വാക്ക് നല്ലോണം ചെയ്ത് പിന്നെ കാണാം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അങ്ങനെയല്ല മിസ്വാക്ക് ചെയ്യേണ്ടത്. മിസ്വാക്ക് ചെയ്യേണ്ട സ്ഥലവും സമയവും അതന്നെ. മുൻകൈ കഴുകിയ ശേഷമാണ് മിസ്വാക്ക് ചെയ്യേണ്ടത്. അഊദും ബിസ്മിയും ചൊല്ലിയിട്ട് മുൻകൈ കഴുകുക, ഉളുവോടുകൂടെ മിസ്വാക്ക്. മറ്റേത് നമുക്ക് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റൊരു മിസ്വാക്ക് മാത്രമേ കിട്ടുള്ളൂ. കാരണം അഊദും ബിസ്മിയും ചൊല്ലിയിട്ട് പിന്നെയുള്ള ഉളു തുടങ്ങുന്നത്. ഉളുവിന്റെ മിസ്വാക്ക് ആകണമെങ്കിൽ അത് മുൻകൈ കഴുകിയ ശേഷം വായിൽ വെള്ളം കൊപ്പിക്കുന്നതിന്റെ മുമ്പാണ് ഉളുവിന്റെ മിസ്വാക്ക്. ആ സമയത്ത് മിസ്വാക്ക് ചെയ്യുമ്പോ നീ രണ്ടും കരുതണം. ഉളുവിന്റെ മിസ്വാക്കാണെന്നും ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ മിസ്വാക്കാണെന്നും രണ്ടും നിന്റെ മനസ്സിലൂടെ അങ്ങനെ ഓടണം. രണ്ടു കൂലിയും കിട്ടി. മറ്റേത് ആദ്യം മിസ്വാക്കാണ് ചെയ്തു വെച്ചു, നീ ഒന്നും കരുതിയിട്ടില്ല, പല്ല് വൃത്തിയായി, അത്രേ ഉള്ളൂ. എന്തെങ്കിലും നീയത്തുണ്ടെങ്കിൽ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് സുന്നത്ത് കിട്ടിയിട്ടുണ്ടാവും. അതില്ലേ, നാ മിസ്വാക്ക് ചെയ്തിട്ട് പല്ലുമത്ത അസ്പൃശ്യതകൾ നീങ്ങിട്ട് പല്ലൊന്ന് റെഡിയായി, നാവും ഒന്ന് റെഡി ആയി, പിന്നെ അഊദും ബിസ്മിയും ചൊല്ലിയിട്ട് പിന്നെ ഉളു എടുക്കാൻ പോകും. അതിലാണെങ്കിൽ മിസ്വാക്കൂല്ല. മിസ്വാക്കോട് കൂടെയുള്ള ഉളുവിനല്ലേ കൂടുതൽ മഹത്വമുള്ളത്. അതല്ലേ കാമിലായ ഉളു. അത് 24 മണിക്കൂറിൽ ഒരു ഉളുവെങ്കിലും അങ്ങനെ കിട്ടിക്കോട്ടെ. സാധാരണ നമുക്ക് മിസ്വാക്ക് കുറവല്ലേ. അപ്പൊ രാവിലെ എഴുന്നേറ്റിട്ട് മിസ്വാക്കെങ്കിലും അങ്ങനെ കിട്ടാൻ വേണ്ടി അഊദും ബിസ്മിയും 3 പ്രാവശ്യം ചൊല്ലിയിട്ട് മുൻകൈ കഴുകിയ ശേഷം മിസ്വാക്ക് ചെയ്യുക.
മിസ്വാക്ക് ചെയ്ത ശേഷം ഫമൽമദത്തുൻ വസ്തിൻശാഖുൻ. ഫത്ഹുൽ മുഈനിൽ പ്രത്യേകം ഇതൊക്കെ ഫ ഇട്ട് പറഞ്ഞിട്ടുണ്ട്. ആദ്യം ബിസ്മി ചൊല്ലിയിട്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ മഹാനവറുകൾ പറഞ്ഞു പിന്നെ ഗസ്ലുൽ കഫൈൻ ഫ, പിന്നെ ഗസ്ലുൽ കഫൈൻ രണ്ട് മുൻകൈ കൈകലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നു ഫസിവാകുൻ, മുൻകൈ രണ്ടും കൈകിയ ശേഷം പിന്നെ മിസ്വാക്കാണ്. മിസ്വാക്ക് കഴിഞ്ഞിട്ട് ഫമൽമദത്തുൻ വസ്തിൻശാഖുൻ, വായിൽ വെള്ളം കൊപ്പിക്കലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലുമാണ്. അങ്ങനെയാണ് ഉളു എടുക്കേണ്ടത്. അങ്ങനെ ഉളു എടുക്കുമ്പോ ഉളുയിലും മിസ്വാക്ക് വന്നു. മിസ്വാക്കോടുകൂടെയുള്ള ഉളുഇന് നിസ്കാരത്തില് സഹോദരങ്ങളെ ശരിക്ക് മാറ്റം വരും. നിസ്കാരത്തിന് മാറ്റം വരണോ? നമ്മൾ നിർവഹിക്കുന്ന സുന്നത്തുകളൊക്കെ അതിന്റെ രൂപഭാവത്തിൽ അതിന്റെ മട്ടത്തിൽ തന്നെ നിർവഹിക്കണം. നിസ്കാരത്തിൽ അങ്ങനെയല്ലേ? സുന്നത്തുകൾക്ക് യാതൊരു കുറവും വരാൻ പാടില്ല. മുമ്പുള്ള സുന്നത്തുകളും ശേഷമുള്ള സുന്നത്തുകളും നല്ല ഭംഗിയാക്കി നിർവഹിക്കണം. അതേ ഫർളിന്റെ കൂടെയുള്ള സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇപ്പൊ ഒരു ഫർളായ വുളൂ, അതിന്റെ കൂടെ കുറെ സുന്നത്തുണ്ട്. ഫർളായ നിസ്കാരം, അതിന്റെ കൂടെ കുറെ സുന്നത്തുണ്ട്. അത് നല്ല വൃത്തിയാക്കി ഭംഗിയാക്കി പൂർണ്ണമാക്കി ചെയ്യണം. എന്തിന്? ഫബിഹാ തുകമ്മലു ഫറായിദുകും, ആ സുന്നത്തുകളെ കൊണ്ടാണ് നിങ്ങളെ ഫർളുകൾക്ക് പൂർണ്ണത നൽകപ്പെടുന്നത്. ഈ സുന്നത്തുകളെ കൊണ്ടാണ് ഫർളുകൾക്ക് പൂർത്തീകരണം കിട്ടുന്നത്. അതുകൊണ്ട് സുന്നത്ത് കുറഞ്ഞു പോകാൻ പാടില്ല, അത് ചുരുക്കാൻ പാടില്ല. അത് പൂർണ്ണമായിട്ട് നല്ല വൃത്തിയായി ഭംഗിയായി നിർവഹിക്കണം. ശേഷം മുഖം കഴുകിയിട്ട് പിന്നെ കൈ കഴുകിയിട്ട് അങ്ങനെയാണ് ഉളു നിർവഹിക്കേണ്ടത്. സഹോദരങ്ങളെ, ആ വിഷയത്തിലും ഇസ്ലാമിയത്ത് സ്വീകരിക്കണം. ആരാധനകളിലും ചലന നിശ്ചലനങ്ങളിലും ഭക്ഷണം കഴിക്കുന്നതിലും സമ്പർക്കത്തിലും സൗഹൃദത്തിലും ഒക്കെ ഇസ്ലാമിയത്ത് സ്വീകരിക്കണം.